അപ്പോൾ ഇന്നിവിടെ ലഞ്ച് സ്പെഷ്യൽ 2 റെസിപ്പീസാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് ബീഫ് മസാലയും മറ്റൊന്ന് പനീർ പൊള്ളിച്ചതാണ്. സോ ഇതിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പീസാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. സോ ആദ്യം തന്നെ ബീഫ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. സോ ബീഫിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പൊടി, കുറച്ച് മീറ്റ് മസാല, ഇതെല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 5 വിസിൽ വെച്ച് എടുത്തതാണ് ഈ മസാല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാകം ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. സോ ഞാൻ ഉപ്പിടാതെയാണ് അത് കുക്ക് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സമയമില്ലാത്ത കാരണമാണ് ഇത് ആദ്യം മുതൽ ആ ബീഫിൻ്റെ പ്രിപ്പറേഷൻ കാണിക്കാൻ പറ്റാഞ്ഞത്. നാട്ടിൽ വന്ന കാരണം ഭയങ്കര ബിസിയാണ്, തീരെ സമയമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ ബീഫ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കാം. ഇത് ഈ ഇരുമ്പ് കടായിൽ, അയൺ കടായിൽ വെച്ച് പാകം ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി മേലെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ സവാളയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം, അത് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും അത്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരെ ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് ബീഫ് മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണിത്. ഒരുവിധമൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നു. അപ്പോൾ ബീഫ് മസാല ഇവിടെ റെഡിയാണ്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പനീർ പൊള്ളിച്ചതാണ്. സോ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആവും ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പനീർ എടുത്തിട്ടുണ്ട്. പനീരിൽ കുറച്ച് ഉപ്പും മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വീട്ടിൽ ഉണ്ടാക്കിയ പനീർ തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞൊന്ന് പോയിട്ടുണ്ട്, അപ്പോൾ അത് കാര്യമാക്കണ്ട. ഇനി ഇത് നമുക്ക് ഒരു കടായിൽ, ഒരു പാനിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അധികം ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പനീർ റബ്ബർ പോലെയാവും. അപ്പോൾ കടായിലിട്ടിട്ട് ഇപ്പോൾ ഇടുകയാണ്. കടായിലേക്ക് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇനി അതധികം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ആ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതേ പനീർ ഓൾമോസ്റ്റ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇതേ കടായിൽ തന്നെ, ഇതേ പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ജീരകം ഇട്ട്, ഒരു ടീസ്പൂൺ ജീരകം ഇട്ട്, ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇതിലേക്ക് ഇടുകയാണ്. സവാള ഒന്ന് വഴറ്റണം. കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പിടുക, എന്നിട്ട് വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു, എന്നാൽ ആ ഒരു പൊള്ളിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടതാണ്. ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം. പച്ചമണം പോകുന്ന വരെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റുക.
ഇനി ഇതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഇതിൽ ഞാൻ അളവ് മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, കാരണം അമ്മ ഇടുന്ന ഒരു എന്താ പറയുക, ഒരു ആ കൈ അളവെന്ന് പറയില്ലേ, അതുപോലെയാണ്. എന്നിട്ട് അത് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേണം ഒന്ന് വേവിക്കാൻ. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഒന്ന് കുഴഞ്ഞ് വരും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ തക്കാളി ഒരുവിധമൊക്കെ ഒന്ന് മാഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈരാണ്, 2 സ്പൂണ് തൈര് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ തൈര് ഒന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ തൈര് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ ദേ ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ ഒന്ന് ഒരുവിധം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ പനീർ ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പനീർ ഫ്രൈ ചെയ്തതിലേക്ക് ആ മസാല, ഓണിയൻ ടൊമാറ്റോൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി അതിൻ്റെ മേലിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതേ പാനിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞ് പാനിൽ ഇനി മൂടി വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് പാനിൽ കുറച്ച് നേരം നമ്മൾ 2 സൈഡ് തിരിച്ചിട്ടിട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ പനീർ പൊള്ളിച്ചതും ഇവിടെ റെഡിയാണ്. ഞാനിവിടെ പനീർ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്, നിങ്ങൾക്ക് വലിയ സ്ലൈസ് പോലെ ഫിഷ് ഫ്രൈൻ്റെ അത്രയും സ്ലൈസ് പോലെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ പൊള്ളിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പീസും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം ഇത് അത്രയും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പിയാണ്, എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.